നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് ഈ പരിപാടി മുന്നോട്ട് പോകുക. ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഞങ്ങൾ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ നേരിട്ട് ഫോൺ വിളിച്ച വിഷയങ്ങൾ അറിയിക്കാം. 0484-2830-510 ഈ നമ്പറിൽ നേരിട്ട് വിളിച്ച് വിഷയങ്ങൾ അറിയിക്കാം. ദൃശ്യങ്ങൾ വാട്സാപ്പ് വഴി അയച്ചു നൽകാം. 6235968937 ഈ നമ്പറിൽ വാട്സാപ്പ് വഴി ഏതെങ്കിലും ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയക്കേണ്ടതുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ചർച്ചയായിക്കൊണ്ടിരുന്ന വിവാദങ്ങൾക്ക് ലാൽ സലാം പറഞ്ഞിരിക്കുകയാണ് PV അൻവർ MLA. ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച PV അൻവർ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നാവടക്കി. പാർട്ടിയും മുഖ്യമന്ത്രിയും തുടർ തീരുമാനമെടുക്കും എന്നാണ് PV അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാട്. അതേസമയം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വെടിക്കെട്ട് തുടരുകയാണ്. ഇതിൽ എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ആരോപണ ബോംബുകളിട്ട് സർക്കാരിനെയും CPIM-നെയും ഞെട്ടിച്ച PV അൻവർ MLA ഒടുവിൽ മയപ്പെട്ടു. വിവാദങ്ങളോട് ലാൽ സലാം പ്രഖ്യാപിച്ച് അൻവർ അടങ്ങി. ആഭ്യന്തര വകുപ്പിനെ വട്ടം കറക്കിയ അൻവറിന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കടുത്ത നിലപാടുകളില്ല, ഉറച്ച വാക്കുകളുമില്ല. മാധ്യമങ്ങളോട് കേവല പ്രതികരണം മാത്രം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും, ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞതായിരുന്നു. അതിനുശേഷമേ ഇനി പത്രക്കാരെ സംസാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച എല്ലാ പത്രക്കാരോടും പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 40 മിനിറ്റിൽ താഴെയുള്ള കൂടിക്കാഴ്ചയിൽ ആരോപണങ്ങളിൽ മഞ്ഞുരുക്കി. DGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് ഇന്നലെ പറഞ്ഞ അൻവറിന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ആ നിലപാടല്ല. അജിത് കുമാറിനെ മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ലെന്നും വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് അൻവറിന്റെ പക്ഷം. ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്നും തന്റെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്നുമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രതികരണം. ഈ അന്വേഷണത്തിന്റെ മുമ്പായിട്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ആലോചിക്കട്ടെ. ഉത്തരവാദിത്തപ്പെട്ടവർ അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അത് അവർ ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനിക്കട്ടെ. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. ADGPയെ സംരക്ഷിക്കുന്നത് P ശശിയാണെന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞ അൻവർ ഇന്ന് ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്ന നിലപാടിലായി. പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കിണറ് കുത്തി വെച്ചിരിക്കുന്നു വിശ്വസ്തർ. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് P ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റും അല്ല, അതൊന്നും എനിക്കറിയാം. അതിന്റെ ആളല്ല ഞാൻ. പാർട്ടിയുടെയും 3.5 കോടി ജനങ്ങളുടെയും പിന്തുണയുണ്ടെന്ന് മുഷ്ടി ചുരുട്ടി ഉറപ്പിച്ചു പറഞ്ഞ അൻവറിന് ഇന്ന് സർവശക്തനായ ദൈവത്തിന്റെ മാത്രം പിന്തുണയേ ഉള്ളൂ എന്നാണ് ഭാഷ്യം. എനിക്ക് 3.5 കോടി കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ തന്നെയുണ്ട്. 3.5 കോടി അല്ല, ഞാൻ പറഞ്ഞല്ലോ 3.5 കോടി ജനത്തിന് പാർട്ടിയും പെട്ടില്ലേ. എന്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിന് സാക്ഷിയാക്കി പറയാം, എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. തൊപ്പി തെറിക്കുമെന്ന് ഉറപ്പിച്ചിടത്തു നിന്ന് മണിക്കൂറുകളുടെ ഇടവേളയിൽ വിശ്വസ്തനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ മാറി. MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിവേണം അന്വേഷണമെന്ന വാദവും തള്ളി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും മാറ്റേണ്ടി വരും. ഇതിനാലാണ് അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകാത്തത് എന്നാണ് സൂചന. അതേസമയം തൃശൂർ പൂരം പോലീസ് കലക്കിയെന്ന PV അൻവറിന്റെ ആരോപണം ഏറ്റെടുത്ത് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ രംഗത്തെത്തി. പൂരം കലക്കിയതാര് എന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. പൂരത്തിന്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന BJP സ്ഥാനാർത്ഥി നാടകീയമായ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത്
കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും. അന്നത്തെ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കെതിരെയും അല്ലെങ്കിൽ LDFനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ BJPയും അവിടുത്തെ RSS ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ. ഒരു പോലീസിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടണം. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. പൂരം നിർത്തിവെച്ചതിന് പിന്നാലെയുള്ള BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിത വരവും വത്സൻ തില്ലങ്കേരി അടക്കമുള്ള RSS നേതാക്കൾ നേരത്തെ ക്യാമ്പ് ചെയ്തതും ഗൂഢാലോചന വെളിവാക്കുന്നുവെന്ന് സുനിൽകുമാർ ആഞ്ഞടിക്കുമ്പോൾ ഇക്കുറി നവപൂരം എന്ന് പ്രഖ്യാപിച്ച് തൃശൂർ പൂരം നടത്തിപ്പിന് കാലേകൂട്ടി ഒരുക്കങ്ങൾ തുടങ്ങിയ BJP ആകട്ടെ പൂരം കലക്കിയതിൽ മൗനം തുടരുകയുമാണ്. ന്യൂസ് ഡെസ്ക് 24. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ വന്ന 2 വാർത്തകൾ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. KT ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അഴിമതിക്കാരും ഇരട്ടമുഖക്കാരുമായി ഉന്നത ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി സമീർ ബിൻ കരീം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൂരജ് സജു ഒരു വാർത്ത അറിയിക്കുന്നത് ജയിലിൽ കിടക്കുന്ന മകന് നൽകാൻ കഞ്ചാവുമായി വന്ന അമ്മ അറസ്റ്റിൽ എന്നുള്ളത് വിയൂർ സെൻട്രൽ ജയിലിലാണ് ഈ സംഭവം എന്ന് കൂടി സൂരജ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഇന്നത്തെ പകലിൽ സംഭവിച്ച മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിരുവനന്തപുരം പാപ്പനംകോടുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹത. ന്യൂ ഇന്ത്യ അഷുറൻസ് ജീവനക്കാരി വൈഷ്ണവിയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ബിനു ജീവൻ ഒടുക്കിയെന്നാണ് സംശയം. ബിനുവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോൾ മരിച്ച രണ്ടാമത്തെയാൾ പുരുഷൻ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവം സബ് കളക്ടർ അന്വേഷിക്കുമെന്ന് സ്ഥലത്തെത്തിയ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത്. അലക്സ്, ഈ പോലീസ് നൽകുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ദുരൂഹത പാടെ നീങ്ങുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അലക്സ്? ഉന്മേഷ, ആദ്യഘട്ടത്തിൽ AC പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിലെ തുടർന്നുണ്ടായ തീപിടുത്തം, അതിനെ തുടർന്ന് ഈ 2 പേർ വെന്തു മരിച്ചു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം. അതിനുശേഷമാണ് അതിലൊരു ദുരൂഹതയുണ്ട് എന്ന സംശയം ഉയരുന്നത്. ആ തരത്തിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം സബ് കളക്ടർ അശ്വതി ശ്രീനിവാസയാണ്. ഇവർ ഇവിടേക്ക് എത്തി നേരത്തെ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. അല്പം മുമ്പ് എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ റവന്യൂ മന്ത്രിയും അതുപോലെ മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്ന സബ് കളക്ടർ ആയിരിക്കുമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രാഥമിക പരിശോധനയാണ് സബ് കളക്ടർ നടത്തുന്നത്. അതിനുശേഷം ഒരുപക്ഷെ അവർ മാധ്യമങ്ങളെ കണ്ടേക്കും, പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാണെങ്കിൽ ഇതൊരു ദുരൂഹതയുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ രാവിലെ ഈ പ്രദേശത്ത് തന്നെ ഒരു പുരുഷനെത്തി ഈ വൈഷ്ണവുമായി ചില പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു, ചില ബഹളങ്ങളിൽ ഏർപ്പെട്ടു എന്നൊരു മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നേമം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് നിയമം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിലാണ് ദുരൂഹത സംശയിക്കുകയും ചെയ്യുന്നുള്ളത്. എന്താണെങ്കിലും ആ ഒരു മൊഴി, അതിനെ തുടർന്ന് പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ മരിച്ച വൈഷ്ണ, അതായത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ജീവനക്കാരിയായ വൈഷ്ണ, 34 വയസ്സാണ്. മേലാങ്കോട് കഴിഞ്ഞ 4 വർഷമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു വൈഷ്ണയ്ക്ക് 2 മക്കളുണ്ട്. അവർ ഈ നാളുകൾ അത്രയുമായും ഭർത്താവുമായ അകലത്തിലായിരുന്നു. ഭർത്താവ് ബിനുവുമായി ഈ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ 4 വർഷമായി അകൽച്ചയിലായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ബിനു ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇത്തരത്തിൽ വഴക്കുണ്ടാക്കുന്നു, പ്രശ്നമുണ്ടാക്കുന്നു എന്ന മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ബിനുവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നിയമം പോലീസ് നടത്തുന്നുണ്ട്. ബിനുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പോലീസ് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഓഫീസിൽ, അതായത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഈ പോർട്ടൽ ഓഫീസിൽ മരണപ്പെട്ടതിൽ ഒരാൾ ഒരു പുരുഷനാണ് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ബിനു ആകാമെന്ന സംശയം പോലീസിനുണ്ട്. ആ തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഇത് തീപിടുത്തമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സംശയിച്ചതുപോലെ തീപിടുത്തമല്ല, അതൊരു കൊലപാതകമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൂചനയിലേക്ക് അത് വിരൽ ചൂണ്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഭർത്താവായ ബിനു വൈഷ്ണയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജീവൻ ഒടുക്കിയതാകാം എന്നൊരു സംശയമാണ് പോലീസിനുള്ളത്. ആ തരത്തിലുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. സബ് കളക്ടർ അടക്കമുള്ളവർ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരി, ഏതായാലും ആ നിലയ്ക്ക് കൂടി ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതാണ് അലക്സ് റാം എന്ന് അറിയിക്കുന്നത്. ഇപ്പോൾ ഒരു വാർത്ത സിനിമാ ലോകത്തുനിന്ന് വരുന്നത്, നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ്, അത് എറണാകുളം ജില്ലയിലെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് എന്ന ഉള്ള വാർത്ത വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വളരെ വേഗത്തിലെത്തും. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് എന്ന വാർത്ത. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നിവിൻ പോളിയെ 6ാം പ്രതിയാക്കിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണുവും ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്താണ് വിഷ്ണു?
ഉന്മേഷ് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി മൊഴി നൽകിയത് നിലവിൽ തിരുവനന്തപുരത്താണ്. അവിടെ നിന്ന് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. പിന്നാലെയാണ് ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. നിവിൻ പോളി 6ാം പ്രതി എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. 2ാം പ്രതി ഒരു നിർമ്മാതാവാണ്. ഇതെന്താണ് സംഭവം, ഏത് ഘട്ടത്തിലാണ് ഈ പരാതിയുടെ പശ്ചാത്തലം എന്നെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എഫ്ഐആർ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന നടപടികളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. ഉറപ്പായും ഈ കേസും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെയായിരിക്കും അന്വേഷിക്കുക. കേസ് എടുക്കുക എന്നൊരു പ്രാഥമിക നടപടി മാത്രമാണ് ഊന്നുകൽ പോലീസിൽ ഉള്ളത്. അതിനുശേഷം കേസ് ഇവർക്ക് കൈമാറും. ഈ പെൺകുട്ടിയുടെ പരാതി കഴിഞ്ഞ നവംബറിൽ വിദേശത്ത് വെച്ച് തന്നെ ഈ അഭിനയിക്കാൻ അവസരം നൽകി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ യുവതിയുടെ പരാതി നൽകിയത്. ആദ്യം പരാതി കേസും മൊഴിയും എല്ലാം നൽകിയത് തിരുവനന്തപുരത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. വിശദമായ ഒരു അന്വേഷണം ഈ കേസിൽ ഉണ്ടാകും. SIT ഉടൻ തന്നെ കേസ് ഏറ്റെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ ജയസൂര്യക്കെതിരെ, അതോടൊപ്പം മുകേഷിനെതിരെ, മണിയമ്പിള്ള രാജുവിനെതിരെ, ഇടവേള ബാബുവിനെതിരെ എല്ലാം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിര നടൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന യുവ നടന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൈക്കൊള്ളുന്ന നിവിൻ പോളിക്കെതിരെ നിലവിൽ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ആലുവ, എറണാകുളം റൂറൽ പോലീസിന്റെ ഭാഗമായുള്ള ഊന്നുകൽ പോലീസിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം അടക്കം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അടക്കം പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഈ യുവതി മൊഴി നൽകിയത് തിരുവനന്തപുരത്ത് നിന്നാണ് എന്നാണ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏത് പശ്ചാത്തലത്തിലാണ് ഈ പരാതി നൽകിയത്, എന്തെല്ലാം ദുരനുഭവമാണ് തനിക്ക് നേരിട്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആ യുവതിയുടെ തന്നെ പ്രതികരണത്തിലൂടെ പുറത്തു വരും ദിവസങ്ങളിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസ് എത്രയും പെട്ടെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഹേമ കമ്മിറ്റി, ഇമ്പാക്ട് ഓരോ ദിവസവും വിഷ്ണു, ഈ 6ാം പ്രതിയാണല്ലോ നിവിൻ പോളി. അപ്പോൾ മറ്റാരൊക്കെ ഇതിൽ പ്രതികളാകുന്നുണ്ട്? പോലീസ് എങ്ങനെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട FIR ഇട്ടിരിക്കുന്നത്? വിഷ്ണു, ഉന്മേഷ്, ഇത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ കേസിലെ ബാക്കി പ്രതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 6ാം പ്രതിയായിട്ടാണ് നിവിൻ പോളിയെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് തന്നെ നിവിൻ പോളിക്കെതിരെയും ഉയർത്തിയിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടി ലൈംഗിക അതിക്രമ ആരോപണം അല്ലെങ്കിൽ അത്തരം മൊഴി നിവിൻ പോളിക്കെതിരെയും നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരം. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ജാമ്യമില്ലാ വകുപ്പ് നിവിൻ പോളിക്കെതിരെ കൂടി ചുമത്തിയിരിക്കുന്നത്. അതല്ല എങ്കിൽ മറ്റു ഏതെങ്കിലും വകുപ്പുകളോ അല്ലെങ്കിൽ അട്രോസിറ്റി അത്തരം വകുപ്പുകളല്ല, ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിവിൻ പോളിക്കെതിരെ കൂടി ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. നവംബറിൽ വിദേശത്ത് വെച്ച് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തന്നെ പീഡിപ്പിച്ചു എന്നാണ് പരാതിക്കാരുടെ വിശദാംശങ്ങളിലേക്കൊക്കെ ഇനി കടക്കേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഊന്നുകൽ പോലീസിൽ നിന്ന് ലഭ്യമായത്. ഈ കേസിന്റെ ആദ്യഘട്ട മൊഴി നൽകിയിരിക്കുന്നതെല്ലാം തിരുവനന്തപുരത്ത് നിന്നാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വിദേശത്ത് വെച്ച് പീഡനം നടന്നിട്ടുണ്ട്. അതിനി ഏതെങ്കിലും തരത്തിൽ ഈ ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലും സമാനമായ രീതിയിൽ പെൺകുട്ടി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇതേ സംഘത്തിന്റെ പക്കൽ നിന്ന് എന്നുള്ളത് കൂടി ഒരു സ്ഥിരീകരണമായി ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കേസ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. തിരുവനന്തപുരം പോലീസിന്റെ പക്കൽ നിന്നുള്ള വിവരങ്ങൾ ഊന്നുകലിലേക്ക് മാറ്റുകയും ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യുകയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ കേസ് എന്നുള്ളതാണ് സ്റ്റേഷനിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. FIR നമ്പർ അടക്കം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുകയും ചെയ്യും. ഇത് എറണാകുളം റൂറലിൽ ഈ ലൈംഗിക അതിക്രമ പരാതിയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ ആളുകൾക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 2ാമത്തെ കേസാണ്. നേരത്തെ ഈ മുകേഷിനെതിരെ അടക്കം പരാതി നൽകിയ നടിയുടെ അവരുമായി ബന്ധപ്പെട്ടുള്ള കേസ് വിച്ചു എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ മാനേജർക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും വിഷ്ണു, ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടെങ്കിലും ഈ പുറത്തു വന്ന പരാതികളിലൊക്കെ മറ്റ് സംഘങ്ങളെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം എന്നുള്ളൊരു രീതിയുണ്ടല്ലോ. ആ നിലയ്ക്ക് തന്നെയായിരിക്കും ഇതിലും അന്വേഷണം മുന്നോട്ട് പോവുക. വിഷ്ണു, ഉന്മേഷ അന്വേഷണ രീതിയിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. മുൻപ് എന്തെല്ലാം രീതികളാണോ അന്വേഷണ സംഘം സ്വീകരിച്ചത് അതേ നടപടി തന്നെയായിരിക്കും ഇതിലും കൈക്കൊള്ളുക. പ്രാഥമികമായി FIR ഇടുക എന്നൊരു ചുമതല മാത്രമാണ് നിലവിൽ ഈ ഊന്നുകൽ പോലീസിനുള്ളത്. അവിടെ നിന്ന് ഈ കേസ് എത്രയും പെട്ടെന്ന് ഈ SIT സംഘം ഏറ്റെടുക്കും. ബാക്കി തുടരന്വേഷണങ്ങൾ നടത്തുക അവരായിരിക്കും. അവരുടെ നിലവിലെ ഒരു അന്വേഷണ രീതി ഇങ്ങനെയാണ്. ആദ്യം തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും വിശദമായി. ഒരുപക്ഷെ ഈ അജിത ബീഗത്തിൻ്റെയോ അതല്ലെങ്കിൽ
അല്ലെങ്കിൽ പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ മൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ സ്ഥലത്ത് എവിടെയാണോ പീഡനം നടന്നത് എന്ന് ഈ പെൺകുട്ടി പറയുന്ന സ്ഥലത്ത് ഇവരെ എത്തിച്ച് അത് സ്ഥിരീകരിക്കും. അതിനുശേഷം പെൺകുട്ടിയുടെ 164 പ്രകാരമുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തും. ഇതാണ് പ്രാഥമിക അന്വേഷണമായി നിലവിൽ SIT ഫോളോ ചെയ്യുന്ന മാതൃക. കഴിഞ്ഞ അന്വേഷണ ഘട്ടങ്ങളിൽ എല്ലാം തന്നെ അതാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സ്വീകരിച്ച നടപടി. അതുതന്നെയായിരിക്കും ഈ കേസിലും കൈക്കൊള്ളുക. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഇപ്പോഴും മുകേഷിനെതിരെ എടുത്ത കേസിലും അല്ലെങ്കിൽ ഇടവേള ബാബുവിനെതിരെ എടുത്ത കേസിലും സിദ്ദിഖിനെതിരെ എടുത്ത കേസിലും ഒന്നും അറസ്റ്റിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. വിഷ്ണു, ഇപ്പോൾ ഈ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് വിഷ്ണു, ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ 6ാം പ്രതിയായിട്ട് നിവിൻ പോളിയുടെ പേര് മാത്രം നൽകുന്നത്, മറ്റ് പ്രതികൾ ആരൊക്കെയാണ്, ആ പേര് എന്താണ് നൽകാത്തെന്ന് ചോദിക്കുന്നുണ്ട്. ചില പ്രതികളുടെ പേരുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉന്മേഷ്, ശ്രേയ ബഷീർ, കുട്ടൻ, അതോടൊപ്പം തന്നെ നിർമ്മാതാവ് AK സുനിൽ തുടങ്ങിയ ആളുകളാണ് ഈ കേസിലെ മറ്റ് പ്രതികളായി നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇവരുടെയൊക്കെ സിനിമാ പശ്ചാത്തലം എന്നുള്ളത് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. പരാതിക്കാരി നേര്യമംഗലം സ്വദേശിനിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഊന്നുകൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരിയുടെ സ്ഥലം ഊന്നുകലിൽ ആയതുകൊണ്ടാണ് ഈ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇമ്പാക്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ശരി വിഷ്ണു, വിഷ്ണുവിലേക്ക് എത്താം. ഏതായാലും ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് നടൻ നിവിൻ പോളിക്കെതിരെ പീഡനക്കേസ് എന്നുള്ളതാണ്. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാം എന്ന് വാഗ്ദാനം നൽകിയാണ് ഈ പീഡനം എന്നാണ് പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ നവംബറിൽ നടന്ന സംഭവത്തിന്റെ പേരിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിവിൻ പോളി 6ാം പ്രതിയാണ്. മറ്റു പ്രതികൾ കൂടിയുണ്ട് ഈ കേസിൽ. നിർമ്മാതാവ് AK സുനിൽ അടക്കമുള്ളവർക്കെതിരെയും കേസുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. FIR വിവരങ്ങൾ പൂർണ്ണമായി പുറത്തേക്ക് വരുന്നതേയുള്ളൂ. തിരുവനന്തപുരത്താണ് ഇതുമായി ബന്ധപ്പെട്ട മൊഴി കിട്ടിയത്. ഊന്നുകൽ പോലീസിന് അത് കൈമാറുകയായിരുന്നു. അങ്ങനെ ഊന്നുകൽ പോലീസ്, എറണാകുളം ജില്ലയിലെ ഊന്നുകൽ പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിവിൻ പോളിയെ 6ാം പ്രതിയാക്കിയാണ് ഇപ്പോൾ ഊന്നുകൽ പോലീസ് പീഡന കേസ് എടുത്തിരിക്കുന്നത്. അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് യുവതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിൻ്റെ കൂടുതൽ FIR വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. നേര്യമംഗലം സ്വദേശിനി, എറണാകുളം ജില്ലയിലെ നേര്യമംഗലം സ്വദേശിനിയാണ് ഈ പരാതിക്കാരി എന്നുകൂടി ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ശ്യാംകുമാർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഈ FIR വിവരങ്ങൾ പൂർണ്ണമായി അറിവായിട്ടുണ്ടോ? വകുപ്പുകൾ ഏതൊക്കെയാണ് ശ്യാം? സ്വാഭാവികമായും പെൺകുട്ടിയുടെ പീഡന പരാതിയിൽ IPC 376 വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസായിരിക്കുന്നത്. ഈ കേസിലെ 2ാം പ്രതി നിവിൻ പോളിയാണെങ്കിലും മറ്റു പ്രതികൾ ശ്രേയ, ബഷീർ, കുട്ടൻ എന്നിവർക്ക് പുറമെ നിർമ്മാതാവ് സുനിൽ എന്ന ഒരു പ്രതി കൂടിയുണ്ട്. ഇവർ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിക്കുകയും അതിന് മറ്റുള്ളവർ സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മറ്റുള്ളവർക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കുറ്റം സിനിമാ വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയെ വിദേശത്തെത്തിക്കുകയും നിവിൻ പോളിക്ക് പീഡിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഇവർക്കെതിരെയും സമാന കുറ്റം തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. നിവിൻ പോളിക്കെതിരെ ചുമത്തിയിരിക്കുന്ന ജാമ്യമില്ലാ ഉപ്രകാരം തന്നെ കേസുകൾ തന്നെയാണ് നിർമ്മാതാവിനും മറ്റു പ്രതികൾക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ FIR-ന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. അത് ഈ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും റീ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ശേഷം മാത്രമാകും അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകുക. പരാതിക്കാരി ഒരു പെൺകുട്ടിയാകുകയും അവരെ ലൈംഗിക പീഡനം നടത്തി എന്നുള്ളത് മൊഴിയായി നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ FIR പ്രസിദ്ധീകരിക്കില്ല. പക്ഷേ അത് SIT-ക്ക് കൈമാറുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. പെൺകുട്ടിയെ സിനിമാ അവസരം നൽകി. ശരി ശ്യാംകുമാർ, നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് വന്നിരിക്കുന്നു. കേസിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. ശ്യാംകുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ. ശ്യാംകുമാർ, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആരൊക്കെയാണ് പ്രതികൾ, 1ാം പ്രതി മുതൽ 6ാം പ്രതി വരെ, ആ കൃത്യമായ വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലേ ശ്യാംകുമാർ? തീർച്ചയായും ഈ കേസിലെ പ്രതികൾ, FIR-ൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികളുടെ 1ാം പ്രതി ശ്രേയ, 2ാം പ്രതി നിർമ്മാതാവ് AK സുനിൽ, 3ാം പ്രതി ബിനു, 4ാം പ്രതി ബഷീർ, 5ാം പ്രതി കുട്ടൻ, 6ാം പ്രതി സിനിമാ നടൻ നിവിൻ പോളി എന്നിവരാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇവർക്കെതിരായിട്ട് IPC 376, 354 ഇത് രണ്ടും ജാമ്യം ലഭിക്കാത്ത കുറ്റങ്ങളാണ്. ഈ 2 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ
കേസ് എടുത്തിരിക്കുന്നത്. പരാതി തിരുവനന്തപുരത്ത് പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും അത് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയുമായിരുന്നു. തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത് ഊന്നുകലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം SITക്ക് കൈമാറിയതായിട്ടാണ് ഇപ്പോൾ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. തങ്ങൾക്ക് ഈ കേസിൽ പരാതിക്കാരിയുടെ വീട് ഊന്നുകലിലായതുകൊണ്ട് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് മാത്രമാണ്, ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഈ ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും 6 പ്രതികളിൽ ഒരാൾ നിർമ്മാതാവും ഒരാൾ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാളായിട്ടുള്ള നിവിൻ പോളിയുമാണ് എന്നുള്ളത് FIRൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവർക്കെതിരായിട്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നു. സംഭവം നടന്നത് കഴിഞ്ഞ നവംബറിലാണ്. വിദേശത്ത് വെച്ച് ഈ പെൺകുട്ടിയെ സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വിദേശത്ത് കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് ഇരയുടെ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതികളായിരിക്കുന്നത്. ഇനി ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും, കേസ് SITക്ക് കൈമാറും. സ്വാഭാവികമായും നേരത്തെ തന്നെ സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കിയ ഒന്നിലധികം പരാതികൾ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയുടെ മുന്നിലാണ്. അതിനിടയിലാണ് മലയാള സിനിമയിലെ യുവ നടന്മാരിൽ പ്രധാനപ്പെട്ട നിവിൻ പോളിക്കെതിരായിട്ട് പീഡന ആരോപണം ആയി ഒരു പെൺകുട്ടി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അതും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി. ഇതിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും മലയാള സിനിമയെ ആകെ പിടിച്ചുകുലുക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഒന്നിനു പുറകെ ഒന്നായി മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ലൈംഗിക വൈകൃതങ്ങളുടെയും പീഡനങ്ങളുടെയും കഥകളാണ് പുറത്തേക്ക് വരുന്നത്. അത് പരാതികളായി വരുന്നത് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. മലയാള സിനിമയുടെ മുഖം നഷ്ടമായി നിൽക്കുന്ന ഈ സമയത്താണ് ഇപ്പോൾ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട യുവനടന്മാരിൽ ഒരാളായ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് വരുന്നത്. അത് ഇന്ത്യയിൽ വെച്ചല്ല, വിദേശത്ത് വെച്ച് നടന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പരാതിക്കാരി തിരുവനന്തപുരത്ത് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയുടെ മുഖം നഷ്ടമായ മറ്റൊരു പരാതി കൂടി രംഗത്ത് വന്നിരിക്കുന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന, സിനിമാ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ചൂഷണങ്ങൾ എത്രത്തോളം വലുതാണ് എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പരാതി കൂടി വന്നിരിക്കുന്നത്. ഇതിൽ ഇനി നിവിൻ പോളി സ്വാഭാവികമായും ജാമ്യമില്ലാ ഉപ്രകാരം കേസായതുകൊണ്ട് കോടതിയെ സമീപിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനു മുൻപ് പരാതിക്കാരിയുടെ മൊഴി ഉൾപ്പെടെയുള്ള നടപടികൾ SITക്ക് രേഖപ്പെടുത്തേണ്ടി വരും. അവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. നടപടിക്രമങ്ങൾ വലുതാണ്. ഏതായാലും മറ്റൊരു നടനെതിരെ കൂടി മലയാള സിനിമയെ പിടിച്ചുകുലുക്കിക്കൊണ്ട് ഒരു പീഡന പരാതി കൂടി പുറത്തു വന്നിരിക്കുന്നു. ശ്യാംകുമാർ, ഇപ്പോൾ മറ്റ് പരാതികൾ കൂടിയുണ്ട്. അതിലൊക്കെ അതിന്റെ നടപടിക്രമങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പൂർത്തിയാക്കുകയാണ്. മൊഴിയെടുപ്പ്, പ്രതികളൊക്കെ മുൻകൂർ ജാമ്യം തേടി കോടതിയിലേക്ക് പോകുന്നു. അപ്പോൾ വളരെ വേഗം തന്നെ ഇതിലും അടുത്ത നടപടി പ്രതീക്ഷിക്കാം, അല്ലേ? ഇന്ന് രാവിലെ നമ്മൾ ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന G പൂങ്കുഴലിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കേസുകളിൽ ഒന്നിലും തെളിവില്ലാത്ത കേസുകളല്ല. ഈ കേസുകളിൽ ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് ഇതിനകം തന്നെ പല കേസുകളിലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ മുകേഷിൻ്റെതായാലും ബാബുരാജിൻ്റെതായാലും സിദ്ദിഖിൻ്റെതായാലും ഇടവേള ബാബുവിൻ്റെ കേസായാലും അങ്ങനെ ലഭിച്ചിരിക്കുന്ന പരാതികളിലൊക്കെ ഇതിൽ കേസുകളിൽ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യം കോടതിയെ അറിയിക്കും. അതിനുശേഷം ഇവരുടെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ഈ ജാമ്യ ഹർജിയെ എതിർക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക്, അന്വേഷണ ടീമിലേക്ക് മറ്റൊരു കേസ് കൂടി വരുമ്പോൾ അതിലും പരാതിക്കാരിയുടെ മൊഴി, രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇതേ നടപടിക്രമങ്ങൾ തന്നെയാകും പോലീസ് സ്വീകരിക്കുക. അപ്പോഴും അന്വേഷണ സംഘത്തിന് വിലങ്ങതടിയാകുന്നത് കോടതിയിൽ നിന്ന് ഈ നടന്മാരുടെ പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് നടപടി എടുക്കും എന്ന് അറിയുന്നത് വരെ ഇവരെ ആരെയും അറസ്റ്റ് ചെയ്യേണ്ട എന്ന് വാക്കാലുള്ള നിർദ്ദേശം ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജാമ്യമില്ലാ വകുപ്രകാരമുള്ള കേസായിട്ടും കയ്യെത്തും ദൂരത്തിൽ ഉണ്ടായിട്ടും ഇവരുടെയൊന്നും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് ഇപ്പോൾ യുവനടന്മാരിൽ പ്രധാനിയായ നിവിൻ പോളി വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഏതായാലും കോടതിയിൽ നിന്ന് നിലവിൽ മറ്റ് പീഡനം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന നടന്മാർക്കെതിരെയുള്ള നടപടികളിൽ എന്ത് ഉത്തരവ് വരുന്നു എന്നതനുസരിച്ചായിരിക്കും സ്വാഭാവികമായും നിവിൻ പോളിയുടെ കേസിലും തുടർ നടപടികൾ ഉണ്ടാകുക. ഏതായാലും ഇതിനെ ശക്തമായി എതിർക്കും. ജാമ്യം ഒരിക്കലും ഇവർക്ക് ലഭിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് ഈ കേസുകളിൽ നിർണായകം തന്നെയാണ്. അതിനുശേഷമാകും അന്വേഷണ സംഘം ഈ കേസിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ, പിന്നീട് റിമാൻഡിലേക്ക്, ജയിലിലേക്ക്. മലയാള സിനിമയെ ഒരുപക്ഷെ ദിലീപിന്റെ കേസിന് ശേഷം കൂട്ടത്തോടെ സിനിമാ നടന്മാർ ജയിലിലേക്ക് പോകുമോ എന്നുള്ളത് പോലും അവർക്കിടയിൽ ഒരു പേടിയായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പരാതിയുള്ള നടന്മാരെല്ലാവരും മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയിലും കീഴ്ക്കോടതികളിലും ഒക്കെ പോയിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിലാണ് യുവ നടന്മാരിലെ സൂപ്പർ താരം എന്ന് അറിയപ്പെടുന്ന
നിവിൻ പോളിക്കെതിരെ ഒരു പീഡന പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്, പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ജയിലിൽ പോകാതിരിക്കാനാണ് ഈ നടന്മാരെല്ലാം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനിടയിൽ ഇനി ഈ പെൺകുട്ടിയുടെ മൊഴി നിർണായകമാണ്. വൈദ്യപരിശോധന, മജിസ്ട്രേറ്റിന് മുന്നിൽ 164 മൊഴി രേഖപ്പെടുത്തൽ, തുടർ നടപടികൾ എല്ലാം ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുതിയൊരു ആരോപണം, അത് നൽകിയ ഊർജ്ജത്തിൽ മറ്റൊരു പെൺകുട്ടി കൂടി തനിക്ക് നേരിട്ട ദുരനുഭവം തുറന്നു പറയുകയും അത് പരാതിയായി നൽകി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. മലയാള സിനിമയുടെ മുഖം ഈ അടുത്ത കാലത്തൊന്നും വികൃതമാകാത്ത രീതിയിൽ വികൃതമായ സമയത്താണ് പുതുനിര നടന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനെതിരെ പീഡന പരാതി രംഗത്ത് വന്നിരിക്കുന്നത്. ശ്യാംകുമാർ തുടരുക. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിവിൻ പോളിക്കെതിരെ പീഡനക്കേസ് എന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. നിവിൻ പോളിയെ 6ാം പ്രതിയാക്കിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുന്നത്. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നാണ് അറിയാൻ കഴിയുന്നത്. 6 പേർ ഇതിൽ പ്രതികളായിട്ടുണ്ട്. അതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. പ്രേക്ഷകർ ഈ വിഷയങ്ങളിൽ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. റീന സതീശൻ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ സാഹചര്യം ആരൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നതടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തിൻ്റെയും സത്യാവസ്ഥ അറിയണം, തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കണം, നിരപരാധിയാണേലും അതും പുറത്തു വരണം. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഈ സിനിമാ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ 6 പ്രതികളുടെയും പേര് വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പരാതിയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതായി അറിയാൻ കഴിയുന്നുണ്ടോ വിഷ്ണു? ഉന്മേഷ, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെയാണ് ഈ പെൺകുട്ടി പരാതി നൽകിയത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഊന്നുകൽ പോലീസിന് കാര്യമായ ധാരണയില്ല ഈ പരാതിയുമായി ബന്ധപ്പെട്ട്. പെൺകുട്ടി ഇവിടെ നേര്യമംഗലം സ്വദേശിയാണ്. അതുകൊണ്ടാണ് ഊന്നുകൽ പോലീസിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യുകയും അവിടെ കേസെടുക്കുകയും ചെയ്തത്. ഇനി ഇതിന്റെ തുടർ നടപടി എന്നുള്ളതും SIT തന്നെയായിരിക്കും ഈ കേസിൽ തുടരന്വേഷണം നടത്തുക. ഈ പരാതിയുടെ ഒരു ആകെ സമഗ്ര ഭാഗം ഇങ്ങനെയാണ്. കഴിഞ്ഞ നവംബറിൽ വിദേശത്ത് വെച്ച ഈ പെൺകുട്ടിക്ക് അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയുടെ ഒരു അടിസ്ഥാനവും പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപവും. ഈ പരാതിയാണ് നിലവിൽ SIT ടീം പരിശോധിക്കുകയും ഈ പെൺകുട്ടിയുടെ മൊഴിയടക്കം പ്രാഥമികമായി രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് കേസ് ഇങ്ങോട്ടേക്ക് കൈമാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയുമാണ്. ഈ കേസിൽ ആകെയുള്ളത് 6 പ്രതികളാണ്. അതിൽ 6ാം പ്രതി നിവിൻ പോളി എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം 2ാം പ്രതി ഒരു നിർമ്മാതാവാണ്. 1ാം പ്രതി ശ്രേയ എന്ന് പറയുന്ന ഒരാളാണ്. 3ാം പ്രതി ബിനു, 4ാം പ്രതി ബഷീർ, 5ാം പ്രതി കുട്ടൻ. ഇവരുടെ പശ്ചാത്തലം കൂടി പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ്. ഒരുപക്ഷെ ഇത്രയും നാളുകൾ, ഇപ്പൊ ഏകദേശം 18ലധികം കേസുകൾ SIT രജിസ്റ്റർ ചെയ്തെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതികളുള്ള കേസ് ഇതായി മാറുകയാണ്. നേരത്തെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെയുള്ള കേസിലാണ് 2 പ്രതികൾ ഉണ്ടായത്. ബാക്കി കേസുകളിലെല്ലാം 1 പ്രതികൾ വീതമാണ് ഉണ്ടായത്. ഈ കേസിൽ 6 പേർ ഉണ്ടായിരിക്കുന്നു. അതിൽ 6ാം പ്രതി മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടൻ, അത് നിവിൻ പോളിയാണ്. 2ാം പ്രതി AK സുനിൽ, തൃശൂർ സ്വദേശിയായ പ്രൊഡ്യൂസറാണ്. ഇതിൽ വിശദമായ അന്വേഷണം SIT ആരംഭിക്കും. അന്വേഷണത്തിന്റെ ഘടന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാഥമികമായി പെൺകുട്ടിയുടെ മൊഴി ഒരിക്കൽ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തും. ഒപ്പം എവിടെയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും 164 പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും പ്രതികളിലേക്കുള്ള അന്വേഷണത്തിലേക്ക് കടക്കുക. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് 6ാം പ്രതിയാക്കിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്യാംകുമാറും വിഷ്ണു സുരേഷും. മുകേഷ്, ഇടവേള ബാബു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് മറ്റന്നാൾ ഉണ്ടാകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച വിധി പറയും. മണിയൻപിള്ള രാജുവിന് സ്റ്റേഷൻ ജാമ്യം നേടാം. അതേസമയം സംവിധായകൻ VK പ്രകാശിന് കുരുക്ക് മുറുകുകയാണ്. സംവിധായകൻ രഞ്ജിത്ത് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. ആദ്യമൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, പിന്നാലെ മാലപ്പടക്കം പൊട്ടും പോലെ വെളിപ്പെടുത്തലുകൾ, തുടർന്നെത്തി SITയും താരങ്ങളുടെ ഒളിവ് ജീവിതവും, കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ കയറിയ ജാമ്യാപേക്ഷകൾ. റിയൽ ലൈഫിനെ വെല്ലുന്നതാണ് റിയൽ ലൈഫ് ഡ്രാമ. അടച്ചിട്ട മുറിയിലെ തണുത്തുറഞ്ഞ വാദം. പ്രതികൾക്കെതിരെ 376 വകുപ്പ് നിലനിൽക്കുമെന്നും തെളിവുണ്ടെന്നും കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ്. 10-15 കൊല്ലം പഴക്കമുള്ള കേസിൽ തെളിവ് നശിപ്പിക്കും, സാക്ഷികളെ സ്വാധീനിക്കുമെന്ന ചതഞ്ഞ വാദം വേറെ. പ്രതിഭാഗം വക്കീൽ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളെ കണ്ടതിൽ നിന്ന് ചിലതൊക്കെ ഇപ്പോഴേ അനുമാനിക്കാം. എന്തായാലും വ്യാഴാഴ്ച വരെ കാത്തിരിക്കുന്നതാകും ബുദ്ധി. ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയതിനാൽ മണിയൻപിള്ള രാജുവിന് സ്റ്റേഷനിൽ ഹാജരായി ഇന്ന് തന്നെ
ജാമ്യമെടുക്കാം. ഒരു കേസിൽ മാത്രം 4 കേസുകളുണ്ടായിരുന്നു. ഒരു കേസിൽ മാത്രം അത് ബെയിലബിൾ ഒഫൻസ് ആയത് കാരണം കൊണ്ട് നിൽക്കുമോ എന്നുള്ള 438 നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. അത് ഇന്നത് ഒരു പക്ഷേ ക്ലോസ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അത് മണിയമ്പിള്ള രാജുവിന്റെ കേസിൽ. മറ്റ് 3 കേസുകളും വാദം കേട്ടു. മറ്റന്നാളിലേക്ക് വിധി പറയാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞു. ഇനി ഹൈക്കോടതി വരെ കയറണം. കാരണം അവിടെ അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ഊഴം കാത്തിരിപ്പുണ്ട്. കോടതി വരാന്തയിലെ നെഞ്ചിടിപ്പിന്റെ ശബ്ദം കോടതിയുടെ പുറം ഗേറ്റ് വരെ കേൾക്കാം. നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നെന്തായാലും ഹൈക്കോടതി പരിഗണിച്ചു. പോലീസിനോട് റിപ്പോർട്ടും തേടി. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അറസ്റ്റിന് തടസ്സമില്ല കേട്ടോ. രഞ്ജിത്ത് മുൻകൂറുമായി ഇന്നാണ് എത്തിയത്. പശ്ചിമ ബംഗാൾ നടിയുമായി ഒരു ബന്ധവുമില്ലെന്നും അറസ്റ്റിന് വഴങ്ങാനുള്ള ആരോഗ്യമില്ലെന്നും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. ഇതിനിടെ സംവിധായകൻ VK പ്രകാശ് നന്നായി ലോക്കായിട്ടുണ്ട്. 2022 ഏപ്രിൽ 4 പരാതിക്കാരിയും VK പ്രകാശും ഹോട്ടലിൽ എത്തിയതിന്റെ രേഖ അന്വേഷണ സംഘം തപ്പിയെടുത്തു. ഇതിനെല്ലാമിടെ ലഹരി പാർട്ടി ആരോപണമുയർത്തിയ ഗായിക സുചിത്രയ്ക്കെതിരെ നടി റിമ കല്ലിങ്കൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി. വക്കീൽ നോട്ടീസും പിന്നാലെ അയച്ചിട്ടുണ്ട്. ഇതിനൊരു അവസാനമില്ലേ എന്ന് പൊതുജനം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ സാധ്യമാകും? ഒരെണ്ണം അവസാനിക്കുന്നിടത്തു നിന്നും പുതിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും വരികയല്ലേ? അടുത്ത ചെസ്റ്റ് നമ്പർ ആരുടേതെന്നറിയാൻ കാത്തിരിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതയിൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങളിലേക്കാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28 നടക്കും. നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. മനീഷ് മഹിബാലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, അപ്പോൾ ഇത് നമ്മളടക്കം മുന്നോട്ട് വെച്ച ആവശ്യമായിരുന്നു, വേണം വള്ളംകളി എന്നൊരു ക്യാമ്പയിൻ സ്വഭാവത്തിൽ തന്നെ. അപ്പോൾ ഒടുവിൽ ഇക്കാര്യത്തിൽ തീരുമാനം വരികയാണല്ലേ മനീഷ്? ഉന്മേഷ, ലോകമെമ്പാടുമുള്ള വള്ളംകളി ആരാധകർക്ക് പ്രതീക്ഷയേകുന്ന വലിയ വാർത്തയാണ്. വള്ളംകളി ആരാധകർ അവർ കാത്തിരുന്നത് പോലെ തന്നെ അവരുടെ വലിയ പരിശ്രമമായിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം വലിയ ക്യാമ്പയിനുകൾ നടത്തി. 24ഉം വേണം വള്ളംകളി എന്ന ക്യാമ്പയിനുമായി ഇവർക്ക് പിന്തുണയായി മുന്നോട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ മാസം 28-ാം തീയതി നടത്താനുള്ള ശുപാർശ, വള്ളംകളി സംരക്ഷണ സമിതിയുടെ ശുപാർശയുടെ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഈ തീയതി തന്നെ ആയിരിക്കും വള്ളംകളി നടത്തുക എന്ന വാർത്തയും പുറത്തുവിട്ടിരുന്നു. ഇന്ന് ഇതാ സർക്കാർ തീരുമാനം. കൃഷിമന്ത്രി P. പ്രസാദ് നെഹ്റു ട്രോഫി ബോട്ട് റേസേഴ്സ് സൊസൈറ്റി അതിൻ്റെ മീറ്റിംഗിൽ, യോഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ 28-ാം തീയതി നടത്താമെന്ന സർക്കാർ നിർദ്ദേശം യോഗത്തെ അറിയിച്ചു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന വിവരം കൂടി മന്ത്രി അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യോഗത്തിൽ മറ്റ് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് ഈ നെഹ്റു ട്രോഫിക്ക് നൽകുന്നത് 1 കോടി രൂപയാണ്. നേരത്തെ തന്നെ വിവാദമായത് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ ബേപ്പൂർ ഫെസ്റ്റിന് 2.25 കോടി രൂപ കൊടുക്കുന്നതുമ്പോൾ ഇവിടെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു വള്ളംകളിക്ക് 1 കോടി രൂപ കൊടുക്കുന്നതിലെ വിവേചനം ചർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ തുക വർദ്ധിപ്പിക്കണം, സർക്കാർ നൽകുന്ന തുക വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ MP-മാർ ഇവിടെ ഓൺലൈൻ വഴി ആവശ്യപ്പെട്ടിരുന്നു. ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവർ അതിൽ മറുപടിയായി നൽകിയത് കേന്ദ്ര സഹായം കൂടി നൽകുന്നതിനെ പറ്റി കൂടി MP-മാർ അതിൻ്റെ സഹായം നൽകുന്ന കാര്യം കൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വള്ളംകളി മാത്രമല്ല ഈ സംരക്ഷണ സമിതിയുടെ ആവശ്യം, അവർക്ക് CBL കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന 12 മത്സരങ്ങളുള്ളൊരു സീസൺ മത്സരം, നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ എല്ലാ വർഷവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തുന്നതാണ്. സർക്കാർ അതിന് 9 കോടിയോളം രൂപ നൽകുമായിരുന്നു. പക്ഷേ ഇത്തവണ ഈ വയനാട് പശ്ചാത്തലത്തിൽ CBL നടത്തേണ്ട എന്ന തീരുമാനം റദ്ദാക്കുന്ന തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അതുകൂടി നടപ്പാക്കണം എന്നത് കൂടി ആവശ്യം വള്ളംകളി സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്നത്. എന്താണെങ്കിലും ഈ മാസം 28-ന് തന്നെ വള്ളംകളി ഉച്ചയ്ക്ക് 2 മണിക്കാണ്. മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കും. ഉന്മേഷ്. മനീഷ് മെഹ്ബാലാണ് ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മളിനിയൊരു ജനകീയ വാർത്തയിലേക്ക് പോകുന്നു. മാലിന്യം വലിച്ചെറിയരുത് എന്ന് അങ്കണവാടി തലം മുതൽ നമ്മളെല്ലാം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമാണ്. പക്ഷേ അത് പാലിക്കുന്നുണ്ടോ? തെറ്റ് കണ്ടെത്തിയാലും അതിനെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടോ? പറഞ്ഞു വരുന്നത് കോട്ടയത്തുകാരുടെ ദുരിതത്തെ പറ്റിയാണ്. പത്രപേപ്പർ നിർമ്മാണ ഫാക്ടറിയായ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡിൽ നിന്ന് രാസമാലിന്യങ്ങൾ അടക്കം പുറന്തള്ളുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. മൂവാറ്റുപുഴയാറിലേക്ക് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് മാലിന്യം തള്ളുന്നത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നഷ്ടത്തെ തുടർന്ന് കൂപ്പുകുത്തിയ HNL സംസ്ഥാന സർക്കാർ ലേലത്തിൽ പിടിച്ചാണ് കേരള
പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്ന പേരിൽ പുതിയ കമ്പനി തുടങ്ങിയത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടും മാലിന്യ സംസ്കരണത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. തോടിലൂടെയും മറ്റും ഫാക്ടറിയിലെ രാസവസ്തുക്കൾ കലർന്ന മലിനജലം ഒഴുക്കിവിടുകയാണ്. ഫാക്ടറികളിൽ നിന്നും മാലിന്യം പുറന്തള്ളാൻ വ്യക്തമായ മാനദണ്ഡം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. തുറസ്സായ സ്ഥലത്തേക്ക് മാലിന്യം തുറന്നു വിടുന്നതിലൂടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഈ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട്. ആദ്യം ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞൊരു രാസവസ്തു ഉപയോഗിച്ചിട്ടാണ് ക്ലീനിങ് പ്രോസസ് നടത്തിയിരുന്നത്. പിന്നീട് അത് മാറ്റിയിട്ട് ഫെറിക്ലോറൈഡ് എന്ന് പറഞ്ഞ ഒരു രാസവസ്തുവാണ് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കൊച്ചിയിലെ മിനറൽസ് ആൻഡ് റൂട്ടേൽസിൻ്റെ വേസ്റ്റാണ്. അവിടെ പുഴയിലേക്ക് ഒഴുക്കാൻ പറ്റാത്ത സാധനം ഇവിടെ വിലയ്ക്ക് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ക്ലീനിങ് പ്രോസസ്സിന് ഉപയോഗിച്ച് പുഴയിലേക്ക് ഒഴുക്കുകയാണ്. അത് ഇവിടെ ആവശ്യമുള്ളതിൽ എക്സസ് എമൗണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പുഴയിലെ വെള്ളം കൂടി ചേർത്ത് ഈ അനധികൃത റൂട്ടിലൂടെ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. മൂവാറ്റുപുഴ ആറിലേക്കാണ് ഈ മലിനജലം ഒഴുകിയെത്തുന്നത്. നേരിട്ട് പൈപ്പുകൾ പുഴയിലേക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ചെറിയ ചെറിയ ചാലുകളിലൂടെയും മലിനജലം പുറത്തുവിടുന്നു. പ്രദേശത്തെ ശുദ്ധജല ലഭ്യതയ്ക്കും ഇത് തിരിച്ചടിയായിട്ടുണ്ട്. രോഗങ്ങളടക്കം പടർന്നു പിടിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. അപ്പോൾ പുഴയുടെ നടുക്ക് പോയിക്കൊണ്ടിരുന്ന കാരണം ആൾക്കാർ അത്ര അങ്ങ് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഇത് ഇപ്പോൾ ഓപ്പണായിട്ട് ഈ കലുങ്കുവഴി വിടാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസത്തിന് മുകളിലായി ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. ഇവിടെയുള്ള എല്ലാ കിണറുകളിലും ഇതിൻ്റെ ഫലമായിട്ട് ഒരു പാട വന്നിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. പ്രതിഷേധമുയരുമ്പോൾ മലിനജലം ഒഴുക്കിവിടുന്നത് കമ്പനി നിർത്തിവെക്കും. എല്ലാം ശരിയാക്കുമെന്ന് ഉറപ്പു നൽകും. എന്നാൽ മഴ പെയ്യുന്ന സമയങ്ങളിൽ വീണ്ടും മലിനജലം തുറന്നുവിടും. പ്രശ്നം രൂക്ഷമായതോടെ മലിനീകരണ നിയന്ത്രണ ബോർഡിനടക്കം പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ടോബി ജോൺസൺ, 24 കോട്ടയം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഈ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്ന സമയത്ത് മലിനജലം ഒഴുക്കിവിടുന്നത് നിർത്തിവെക്കുകയാണ് കമ്പനിയുടെ പതിവ്. എല്ലാം ശരിയാക്കാമെന്ന് ഉറപ്പു നൽകും. മഴ പെയ്യുമ്പോഴാകട്ടെ വീണ്ടും പഴയപടി മാലിന്യം തുറന്നുവിടും. നാട്ടുകാർക്ക് പറയാനുള്ളത് കേൾക്കാം. മഴക്കാലത്ത് വെള്ളം പൊങ്ങുന്ന സമയത്ത് ഈ പ്രദേശത്തെ കിണറുകളിലേക്കൊക്കെ ഇത് വ്യാപിച്ച് കുടിവെള്ള സ്രോതസ് മുട്ടിക്കുന്ന അവസ്ഥയാണ്. മലിനീകരണ നിയന്ത്രണ സംവിധാനമുണ്ട്. ആ സംവിധാനം താറുമാറായി കിടക്കുകയാണ്. അവിടെ ഒന്നും ശുദ്ധീകരിക്കാതെ പുറത്തേക്ക് തള്ളിവിടുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നം മാത്രമല്ല, ജനങ്ങൾക്ക് വല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഏത് ഭാഗത്തു കൂടിയാണ് ഒഴുകി വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം കുറേ പ്രദേശങ്ങളെല്ലാം കാട് പിടിച്ച് കുറേ കാലം കമ്പനി പ്രവർത്തിക്കാതെ കിടന്നുകൊണ്ട് നമുക്ക് അത്തരം ആ മേഖലയിലൊന്നും കയറി പരിശോധിക്കാൻ പറ്റും. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം KPPL ആയതിനു ശേഷം ഒരു ശുചീകരണ പ്രവർത്തനവും നടത്താതെ വെള്ളം യാതൊരു മര്യാദയും ഇല്ലാതെ മൂവാറ്റുപുഴ ആറ്റിലേക്ക് ഒഴുക്കി വിടുകയാണ്. നേരത്തെ ഈ വെള്ളത്തിലിറങ്ങിയാൽ ചൊറിച്ചിലുണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ഇത് ആറ്റിൽ ഒന്ന് പോലും ഞങ്ങൾക്ക് ഒന്ന് കയ്യോ കാലോ കഴുകാൻ നിവൃത്തിയില്ല. കിണറ്റിലോട്ട് ഇതിൻ്റെ ഉറവായി. മറ്റൊരു രീതിയിലും ജീവിക്കാൻ നിവൃത്തിയില്ല. ഇത് റോഡെ നടക്കാൻ നിവൃത്തിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പൊതുജനം കഴുതയല്ല എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ചേർത്തലയിൽ നവജാത ശിശുവിന്റെ അരിക്കൊല നടത്തിയത് അമ്മ അറിയാതെ എന്ന് തെളിയുന്നു. ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന സുഹൃത്ത് രതീഷിന്റെ മൊഴി നുണയെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി കൈമാറിയെന്ന് അമ്മ ആശ വ്യക്തമാക്കി. കുഞ്ഞിനെ അനാഥാലയത്തിന് നൽകുമെന്ന് രതീഷ് പറഞ്ഞുവെന്നാണ് അമ്മയുടെ മൊഴി. ആലപ്പുഴ പൂച്ചാക്കലിൽ നവജാത ശിശുവിനെ 21കാരി കുഴിച്ചിട്ട സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുൻപാണ് പൂച്ചാക്കലിൽ നിന്ന് അധികം ദൂരമില്ലാത്ത പള്ളിപ്പുറത്ത് നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചു മൂടിയത് നാടിനെ നടുക്കിയത്. ഗർഭിണിയാണെന്ന് മനസ്സിലായതോടെ ആശയും ആൺ സുഹൃത്ത് രതീഷും ചേർന്ന് 4 ആശുപത്രികളിൽ ഗർഭചിത്രം നടത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെ വയറ്റിൽ മുഴയാണെന്ന് പറഞ്ഞ് വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും താൻ ഗർഭിണിയാണെന്ന വിവരം മറച്ചുവെച്ചു. കഴിഞ്ഞ മാസം 31-നാണ് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ആശ ആൺകുഞ്ഞിനെ പ്രസവിച്ചത്. പ്രസവിച്ച ശേഷം കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി ആൺ സുഹൃത്ത് രതീഷിന് കൈമാറി. അന്ന് തന്നെ കുഞ്ഞുമായി വീട്ടിലെത്തിയ രതീഷ് മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടുമുറ്റത്ത് കുഴിച്ചു മൂടി. ആശുപത്രിയിൽ നിന്നും പ്രസവ വിവരമറിഞ്ഞ് വീട്ടിലെത്തിയ ആശാപ്രവർത്തകയോട് ആശ പറഞ്ഞതിങ്ങനെ: അബോർട്ട് ചെയ്യാൻ പോയാണ്. എനിക്ക് കുഞ്ഞല്ല ആവശ്യം, എനിക്കൊരു ജോലിയാണ് ആവശ്യം.
അതുകൊണ്ട് ഞാൻ അബോർട്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എന്നെ വിളിച്ചിട്ടും പറഞ്ഞു, ചേച്ചി ഞാൻ അബോർട്ട് ചെയ്തിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നാൽ എനിക്ക് ആ സമ്മറി വേണം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ആ സമ്മറി എനിക്ക് കിട്ടണം, എനിക്ക് ഹോസ്പിറ്റലിൽ ഹാജരാക്കേണ്ടതാണ്, എൻ്റെ മേഡത്തിന് എൻ്റെ സിസ്റ്റർമാരെയൊക്കെ എനിക്ക് അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് അതൊന്നുമില്ല എൻ്റെ കയ്യിൽ, ഞാൻ അതെല്ലാം കളഞ്ഞ്. മാധ്യമങ്ങളിൽ കുഞ്ഞിനെ കാണാനില്ലെന്ന വാർത്ത വന്നതോടെ പ്രതി രതീഷ് കുഞ്ഞിനെ കുഴിയിൽ നിന്നും തിരിച്ചെടുത്ത് ശുചിമുറിയിൽ സൂക്ഷിച്ചു. തെളിവ് നശിപ്പിക്കാനായി മൃതദേഹം കത്തിച്ചു കളയാനായിരുന്നു പദ്ധതി. പക്ഷേ അതിനു മുൻപേ തന്നെ അന്വേഷണ സംഘം 2 പേരെയും കസ്റ്റഡിയിലെടുത്തു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കുഞ്ഞിനെ തൃപ്പൂണിത്തുറയിലുള്ള മറ്റൊരാൾക്ക് കൈമാറിയെന്നാണ് ഇരുവരും പോലീസിന് ആദ്യം മൊഴി നൽകിയത്. പക്ഷേ ചോദ്യം ചെയ്യലിൽ ഇത് കളവാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസ് കൊലപാതകത്തിൻ്റെ ചുരുളഴിച്ചു. സോഷ്യൽ മീഡിയയിൽ ലീക്കായ സമയത്ത് അവൻ നേരെ വീട്ടിൽ പോയി കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് പുറത്തെടുക്കുന്നുണ്ട്. ആ സമയത്തുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ടു സെറ്റ് അബ്ലേസ് ആയിരുന്നു. അതായത് മറ്റേ ബോഡി കത്തിച്ച് കളഞ്ഞ് എവിഡൻസ് കളയാമെന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇൻ ബിറ്റ്വീനാണ് ഈ കോള് പോണതും പിന്നെ ഈ ഡിസ്കഷൻ വരുന്നതൊക്കെ. അപ്പോൾ അവനത് അതിനു മുമ്പ് ബാത്റൂമിൽ എടുത്തു വെച്ചു, ബോഡി എടുത്തു വെച്ചു. കൊല നടത്തിയത് രതീഷ് മാത്രമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രതീഷിനെതിരെ മാത്രമാണ് കൊലപാതക കുറ്റം ചുമത്തിയത്. തെളിവ് നശിപ്പിക്കൽ, മറ്റ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം യുവതിക്കെതിരെ കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തു. അപ്പോൾ പൊതുജന കഴുകൽ സർ പൂർത്തിയാവുകയാണ്.